നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് സമയം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ സമയം കളയാതെ തിരുവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. ഇന്നത്തെ ആ സങ്കീർത്തനത്തിൽ നിന്നോ നമുക്ക് ഒരു തിരുവചനം ധ്യാനിക്കാം. കർത്താവിൻ്റെ ദാസൻ എടുത്ത 34 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവം അവരെ വിടുവിച്ചു. 34 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കർത്താവിൻ്റെ ദാസൻ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം എഴുതുവാനുണ്ടായ ഒരു കാലഘട്ടം ഒരു പശ്ചാത്തലമുണ്ട്. ആമേൻ. ദാവീദ് വളരെ ജയാളിയായി ചെല്ലുന്നിടത്തെല്ലാം തൊടുന്നിടത്തെല്ലാം വലിയ വിജയവും ശത്രുവിൻ്റെ മേലെല്ലാം വിജയ ഘോഷമൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ആമേൻ. ഏലിയാവിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ദാവീദിൻ്റെയും രംഗപ്രവേശനം. ആമേൻ. ഏലിയാവ് പ്രവേശനം ചെയ്യുമ്പോൾ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? തിസ്പ്യനായ ഏലിയാവ് ഒരു തിരശ്ശീല പൊങ്ങുന്നു. ഇതാ കാലഘട്ടത്തെ വിറപ്പിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ ശക്തിയുള്ള പ്രാർത്ഥനയുടെ മലമുകളിൽ മുഴങ്കാലുകൾക്കിടയിൽ പ്രാർത്ഥിച്ച് ശത്രു സൈന്യത്തെ ഒറ്റ വാക്കിനാൽ കീഴടക്കാൻ കഴിവുള്ള ആ ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ്. എന്നാൽ അതുപോലെ തന്നെ ആമേൻ ദാവീദ് എന്ന പവിഴ നിറമുള്ള കോമളരൂപനായ ഈ കൊച്ചു ബാലൻ രംഗപ്രവേശനം ചെയ്യുന്നത് കയ്യിൽ ശക്തനായ ഒരു ധീരനായ ഒരു പടയാളിയുടെ തലയോട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അല്ലേ? അങ്ങനെയാണ് ആ മനുഷ്യനെ ലോകം അറിയുന്നത്. ആമേൻ. ഇസ്രായേൽ നിരകളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ നിന്ദിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ പുച്ഛിച്ച് പഴിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആമേൻ ഗോലിയാത്തിൻ്റെ തലവെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങൾക്കെല്ലാം തലവേദനയായി, ശത്രു രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും പേടി സ്വപ്നമായി മാറിയ ശക്തനായ ഒരു രാജാവായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ശത്രു എവിടെയെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് കിട്ടിയാൽ ആ കിട്ടുന്ന നിമിഷം തന്നെ വകവരുത്താൻ വേണ്ടി ആമേൻ അരയും തലയും മുറുക്കി നടക്കുന്ന ഒരു കാലഘട്ടം. ഇതാ ശൗലിൻ ആമേൻ കയ്യിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട ഈ ദാവീദ് തന്നെ കാത്തിരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ചെന്നുപെട്ടു. അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? ഹെഡിങ് ഒന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം. ദാവീദ് അബിമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിപൂർവ്വം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ അബിമേലെക്ക് എന്ന് പറയുന്ന ജാതീയ രാജാവ് ദാവീദിനെ കാണാൻ കിട്ടാൻ കൊതിച്ച് നടക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെയും തനിക്കും കൂട്ടർക്കും തലവേദനയായി ശത്രു സൈന്യത്തെ മുഴുവൻ വകവരുത്തി എവിടെയെങ്കിലും ആർക്കെങ്കിലും ആമൻ ദാവീദിന് മുമ്പിൽ നിൽക്കാൻ ഒരു ധൈര്യമില്ലാതെ വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നു ശൗലിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലപ്പെട്ടും ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലപ്പെട്ടും ശൗലിന്റെ ഗ്രഹം മേൽക്കുമേൽ ക്ഷയിച്ചും പോന്നിരുന്നു. അങ്ങനെ ദാവീദ് ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ഒന്നടങ്കമാം ആഗ്രഹിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഇവനെ ഞങ്ങളുടെ കയ്യിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. കാരണം അവൻ ഒരു മനുഷ്യന് ഇവന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, ദാവീദിന്റെ കൂടെ എല്ലാ കാലത്തും ദൈവമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബഹറിൽ വെച്ച് നടന്ന ഒരു ലീഡേഴ്സ് മീറ്റിംഗിൽ പ്രസംഗിക്കാൻ എടുത്ത ഒരു വാക്യം ദാവീദിന്റെ ചരിത്രമാണ്. ദാവീദിന്റെ തലമുറയിൽ ദാവീദ് യഹോവയുടെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്തു. എങ്ങനെ തനിക്ക് അത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ദാവീദ് ഇപ്പുറത്തും അപ്പുറത്തേക്കൊരു കല്ല് മാറ്റിയിടണമെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? ആ ശത്രുവിന്റെ പുറകെ ഞാൻ പോകണമോ? ആ ശത്രുവിനോട് ഞാൻ യുദ്ധം ചെയ്യണമോ? ദൈവം ആലോചന കൊടുക്കുമായിരുന്നു, പോകാനും പോകണ്ട എന്ന് പറയാനും. അങ്ങനെയുള്ള ദാവീദിന് വൻ വിജയങ്ങൾ ദൈവം കൈവരിച്ചു. ഇതാ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ ശത്രു
രാജ്യത്തിന്റെ കയ്യിൽ ദാവീദ് ചെന്നപ്പെട്ടു. അവിടുത്തെ രാജാവായ അബീമേലെക്കിന്റെ മുമ്പിലേക്ക് ദാവീദിനെ ചങ്ങലയിട്ട് വലിച്ചിഴച്ച് രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടു. അവർക്കറിയാം അവൻ ദാവീദിനെ നാളുകളെ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിലേക്ക് ദാവീദിനെ കിട്ടിയപ്പോ അവരെല്ലാം പാട്ടുപാടി. നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ശിംശോൻ ഒരു ദിവസം ആത്മനിറവിൽ അവൻ പട്ടണത്തിലേക്ക് ചെന്ന് ശത്രു രാജ്യത്തിന്റെ അവൻ മെയിൻ ഡോറും കറ്റലയും കതകുമെല്ലാം ഇളക്കി പറിച്ചെടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുപോയി അവൻ മലഞ്ചരിവിലിട്ട് കളഞ്ഞു. താൻ പറിച്ചുകൊണ്ട് പോയ ആ ഡോറിന്റെ സ്തോത്രം വെയിറ്റ് ഏകദേശം 60 ടൺ വെയിറ്റ് ഉള്ളതായിരുന്നു. അത് ഒരു കൈ കൊണ്ട് പറിച്ചെടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുപോയി. ഈ കളഞ്ഞ മനുഷ്യനെ ഒരു ദിവസം കിട്ടാൻ അവർ കാത്തിരുന്നു. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ശിംശോനെ അവിടെ കയ്യിൽ കിട്ടി. അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മാവ് പിടിപ്പിച്ചു. എന്നാൽ ദൈവിക ബന്ധത്തിൽ നിന്നും അറ്റുപോകാത്ത ദാവീദിനെ ശത്രുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഒരു ചിന്തയിട്ട് കൊടുത്തു. ആ ചിന്ത ഇതായിരുന്നു: അല്പം ബുദ്ധിഭ്രമം നീ കാണിക്കുക. Praise the Lord. അല്പനിമിഷം കൊണ്ട് തന്റെ മുടിയെല്ലാം ചിപ്പിപ്പറിച്ച് അല്പമായി വായിൽ നിന്നും തുപ്പലുകളെല്ലാം താഴത്തോട്ട് ഒലിപ്പിച്ച് ഒരു മുഴുപ്രാന്തനെ പോലെ ദാവീദ് അവിടെ മുമ്പിൽ അഭിനയിക്കാൻ തുടങ്ങി. ഈ അബീമേലെക്കിന്റെ രാജാവിന്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് മുന്നിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ മുടിയൊക്കെ പറിച്ച് കീറി അവൻ വായിന്ന് തുപ്പലെല്ലാം ഒളിപ്പിച്ച് നിൽക്കുന്ന ദാവീദിനെ കണ്ടപ്പോ അബീമേലെക്കിന് തോന്നി, ഇവൻ മുഴുപ്രാന്തനാണ്. താൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇവിടെ പ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഈ പ്രാന്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവനോട് നമുക്ക് വൈരാഗ്യമുണ്ടായിരുന്നു, ഇവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ എന്ത് ചെയ്യാം? ഇവന്റെ ദൈവം ഇവന് പ്രാന്ത് പിടിപ്പിച്ചു, കൊണ്ടുപോയി പുറത്തുകള എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി പുറത്തു കൊണ്ടുവന്ന് അബീമേലെക്കിന്റെ കൊട്ടാരത്തിന് വെളിയിൽ കൊണ്ടുവന്ന് ഒരു മലഞ്ചരിവിലേക്ക് ദാവീദിനെ കൊണ്ടുപോയി കളഞ്ഞു. അവൻ ശത്രു സൈന്യം പുറകോട്ട് പോയപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ആ മുടിയെല്ലാം ഒന്നുകൂടി നേരെ വെച്ച് ദൈവത്തെ പാടി സ്തുതിച്ച സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഇതെന്തിനാ ഇന്ന് പകൽ അവൻ ദൈവദാസൻ ഇവിടെ വായിച്ചതെന്നറിയത്തില്ല. ഒരു കാര്യം ആത്മാവ് ഞാൻ നിന്നോട് പറയാ: രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ദുഷ്ടന്റെ ആശ നശിക്കുമാറ് ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്ത് നിനക്ക് വേണ്ടി ദൈവം നീട്ടുമെന്ന് പരിശുദ്ധാത്മാവിന്റെ ആലോചന പറയുമ്പോൾ വിശ്വസിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്? അവർ കരമടിച്ചിന്ന് പകൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ചിലയിടത്ത് ചില സ്ഥാനത്ത് നീ ഒരു മുഴുപ്രാന്തനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ, ഒരു കുഞ്ഞു പൈതലിനെ പോലെ നീ ദൈവത്തിന്റെ അരുളപ്പാടി ചലിക്കുമ്പോൾ മറുഭാഗത്തൊരു വൻ വിജയം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ എനിക്കും നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവജന കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. എന്നിട്ട് പറ: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ശത്രുവിന്റെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാക്കിയില്ല. അബീമേലെക്കിന്റെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയായില്ല. ഒരു ശത്രുവിന്റെ മുമ്പിലും എന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൽ നിന്ന് വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ് 17-ാമത്തെ വാക്യം. ഒന്നുകൂടി വായിക്കാമോ? നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എല്ലാവരുടെയും നിലവിളിയിൽ വിടുവിക്കുന്നൊരു ദൈവമല്ല ദൈവം. നീതിമാന്റെ നിലവിളിയിൽ ഇറങ്ങി വരുന്നൊരു ദൈവം. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്തു? വിടുവിച്ചു. അങ്ങനെ വിടുവിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ തിരുവചനത്തിനകത്തുനിന്ന് ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. വായിക്കാം നമുക്ക്. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. റോമാലേഖനം 7-ാം അധ്യായം 24-25 വാക്യം. അയ്യോ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ
ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരു ചോദ്യമാണ്. ആമേൻ. നീതിമാൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ആമേൻ. 34-ാം സങ്കീർത്തനത്തിൽ നിലവിളിച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഇവിടെ ദാവീദ് പറയുന്നു. പുതിയ നിയമം റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? 34-ൽ നിലവിളിച്ചാൽ വിടുവിക്കും എന്ന് ദാവീദ് എഴുതി വെച്ചിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ കൊണ്ട് തിരുസഭയെ അലങ്കൃതമാക്കിയ, അനുഗ്രഹമാക്കി തീർത്ത അഭിഷിക്തനായ പൗലോസ് അവൻ ഉറക്കെ ചോദിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? സ്തോത്രം ചെയ്യാൻ പറ്റുമോ ദൈവമക്കളെ? നിങ്ങൾ എല്ലാവരും ആ റോമാലേഖനത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. അതിന്റെ 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യത്തെ കുറിച്ചാണ് 7-ാം അധ്യായം പഠിപ്പിക്കുന്നത്. റോമാലേഖനം വളരെ ആഴമായി പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എങ്കിലും 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാം. റോമാലേഖനം 7-ാം അധ്യായം എന്ന് പറയുന്നത് ഭാര്യ അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം, ന്യായപ്രമാണത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയുടെ ഒരു കാര്യമാണ്. റോമാലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ ന്യായപ്രമാണമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞു. റോമാലേഖനം 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം ചൂണ്ടിക്കാണിക്കുന്നു. 2, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ ന്യായപ്രമാണമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ അധ്യായം കാണിക്കുന്നു. ഇനി ഈ അധ്യായത്തിന്റെ അവസാനം 24-25 ആമേൻ ഒരു നിസ്സഹായന്റെ നിലവിളിയാണ് അവസാനത്തെ വാക്യം. മനസ്സിലായി കാണുമല്ലേ? 7-ാം അധ്യായം ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യമാണെങ്കിൽ ഭാര്യ-ഭർത്തൃ ബന്ധം ന്യായപ്രമാണവുമായിട്ട് കണക്ട് ചെയ്താണ് പൗലോസ് പഠിപ്പിക്കുന്നതെങ്കിൽ, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്ത, ന്യായപ്രമാണത്തിന് വിടുവിക്കാൻ കഴിയാത്ത, ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ച് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യൻ ന്യായപ്രമാണത്തിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ബൈനർക്കുലർ വെച്ച് അവൻ സൂക്ഷ്മമായി പരിശോധിച്ചു, ഈ ന്യായപ്രമാണത്തിൽ എന്നെ വിടുവിക്കാൻ ഏതെങ്കിലും ഒരു ലൂപ്പ് പോയിന്റ് ഉണ്ടോ, ഒരു സാധ്യതയുണ്ടോ? അവൻ സൂക്ഷ്മമായി പൗലോസ് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചിട്ടും പൗലോസിനെ അവൻ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനെയും ന്യായപ്രമാണത്തിൽ പൗലോസ് കണ്ടില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലായെന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം വള്ളിപുള്ളി തെറ്റാതെ അരച്ച് കലക്കി കുടിച്ച ഈ മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ വിടുവിക്കാൻ ന്യായപ്രമാണത്തിന് ഒക്കുമോ എന്ന് കരുതി വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും ന്യായപ്രമാണത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ഒരൊറ്റ വള്ളിയെങ്കിലും പൗലോസ് കാണാതിരിക്കുമ്പോൾ 25-ാം വാക്യത്തിൽ പൗലോസ് ഒരാളെ കണ്ടെത്തി. ആരാണ് ആ വ്യക്തി? വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനും നന്ദി പറയണമല്ലേ? അവൻ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 24-ാം വാക്യം വരെ തന്നെ പാപശരീരത്തിൽ നിന്ന് വിടുവിപ്പാൻ, അകത്യത്തിൽ നിന്ന് വിടുവിക്കാൻ, പാപത്തിന്റെ കെട്ടുകളകത്തുനിന്ന് വിടുവിപ്പാൻ ഒരൊറ്റ മനുഷ്യനെ ന്യായപ്രമാണത്തിൽ പരിശോധിച്ചിട്ട് കണ്ടില്ല. നിങ്ങൾ എന്നോടൊപ്പം വരുമെങ്കിൽ ഒരു സത്യം കൂടി ഞാൻ വിളിച്ചു പറയാ. എബ്രായ ലേഖനം 11 ഇപ്പൊ വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പഴയ നിയമ വിശുദ്ധന്മാരുടെ പട്ടികയുണ്ട്. അബ്രഹാം അവിടെയുണ്ട്, ദാവീദ് അവിടെയുണ്ട്, ശമൂവേൽ അവിടെയുണ്ട് എന്ന് വേണ്ട. അവൻ ദാനിയേലുണ്ട്, ശദ്രക്കുണ്ട്, മേശക്കുണ്ട്, അവൻ എല്ലാ അഭിഷിക്തന്മാരും പഴയ നിയമ വീരന്മാരുണ്ടായിട്ടും ആ ന്യായപ്രമാണത്തിലെ ഒരു വീരന്മാർക്കും തന്നെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പൗലോസ് ഒരാളെ കണ്ടുമുട്ടി. ആരെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു. ഇന്ന്
ഇന്ന് പകൽ വേളയിൽ ആരാധിക്കേണ്ട ദൈവജന ആരാധിക്കാൻ തയ്യാറായിക്കോ. ലോകത്ത് ഒരു മനുഷ്യന് വിടുവിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ നിന്നെയും എന്നെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ ജീവനോടെ ഉണ്ട്. അവന്റെ പേരത്ര കർത്താവായ യേശു ക്രിസ്തു. കരമടിച്ച ദൈവത്തെ ആരാധിച്ചിട്ട് പറ. ന്യായപ്രമാണത്തിന്റെ ദൗർലഭ്യം 7-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ഉലകത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ പേര് ദൈവസഭ ഒരുമിച്ച് പറ, കർത്താവായ യേശു ക്രിസ്തു. പോര പോര പോര, ശബ്ദമുയർത്തി പറ, ശബ്ദമുയർത്തി പറ, അവന്റെ പേരൊന്ന് പറ. ഒരു നിസ്സഹായന്റെ നിലവിളി. ആമേൻ. കർത്താവിന്റെ റോബിൻസ് വർഷേ, ഞാൻ ഒരു കാര്യം പറയാം. അവൻ സാധാരണ ഒരു മനുഷ്യനല്ല നിലവിളിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിന്റെ ദാസൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ ചിന്ത വേഗത്തിൽ ഓടിയത് ഇങ്ങനെയാണ്. ഞാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമൊന്നുമില്ല. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച മനുഷ്യൻ, അന്നത്തെ ന്യായപ്രമാണത്തിന്റെ വക്താവായ ഗമാല്യൻ എന്ന് പറയുന്ന തിയോളജിയനായ വലിയ ഗുരുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച മനുഷ്യൻ ഏത് പട്ടപ്പകലും ഏത് അർദ്ധരാത്രിയിലും തട്ടി ഉണർത്തിയിട്ട് പൗലോസേ, ആ തിരുവചനത്തിന്റെ ആഴമെന്തെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം മുഴുവൻ കണ്ണടച്ചു പറയുന്ന ഈ മനുഷ്യൻ പറയുന്നു, എന്നെ വിടുവിപ്പാൻ ന്യായപ്രമാണത്തിൽ ആരെയും ഞാൻ കണ്ടില്ല. എന്നിട്ട് അവസാനം പുള്ളി സ്തോത്രം ചെയ്യുന്നു, ഒരു സ്തുതി ചെയ്യുന്നു. എന്തിനാ പൗലോസ് ഇത്രയും സ്തോത്രം ചെയ്യുന്നത്? എന്നെ വിടുവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. ഇരു കള്ളന്മാരുടെ നടുവിൽ അവൻ വിലാപ്പുറം കുത്തി തുറന്ന് രണ്ട് കൈകളും കാലുകളും ആണിയടിക്കപ്പെട്ട് എനിക്ക് വേണ്ടി മാറു തുറന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അവനാണ് എന്റെ വിടുതൽ. എന്നെ വിടുവിക്കുന്നവൻ അവനാണ്. എന്നെ അവൻ അനുഗ്രഹിക്കുന്നവൻ അവനാണ്. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഇതിന് ഈ പൗലോസ് പറയുന്ന ഈ വാക്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. റോമാക്കാരുടെ ശിക്ഷാ നിയമ നടപടിക്രമം ഈ വാക്യത്തിനകത്തുണ്ട്. ഗവൺമെന്റ് ശിക്ഷിച്ച ഒരു ശിക്ഷാ നിയമമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ ഇരുട്ടുള്ള ഒരു മുറിക്കകത്തേക്ക് കയറ്റും, വെളിച്ചമില്ലാത്ത മുറിക്കകത്തേക്ക് അവനെ കൊണ്ടുവരും. എന്നിട്ട് അവനെ മരിച്ച പച്ച മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച ഡെഡ് ബോഡിയോട് അവന്റെ ശരീരം ചേർത്ത് കെട്ടും. ആമേൻ. ജീവനുള്ളവനെ മരിച്ച ശവശരീരത്തോട് ചേർത്ത് കെട്ടും. എന്നിട്ട് വെളിച്ചമില്ലാത്ത അവൻ ഒരു ഇരുട്ടു മുറിയിൽ കൊണ്ടുപോയി അവനെ അടച്ചിടും. ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ മരിച്ച ശവശരീരത്തിൽ വലിഞ്ഞു മുറുക്കിയ ജീവനുള്ള ശരീരത്തിലേക്ക് മരണത്തിന്റെ ദുർഗന്ധമടിക്കാൻ തുടങ്ങും. അല്പസമയം കഴിയുമ്പോൾ ഈ മരിച്ച ഡെഡ് ബോഡി അളിഞ്ഞ് ചീഞ്ഞ് അവൻ ഈ ശരീരത്തിൽ കൂടി ഒഴുകിയിറങ്ങാൻ തുടങ്ങും. അങ്ങനെ അവൻ ഇരുട്ടുമുറിക്കകത്ത് ശവശരീരത്തോട് ചേർത്ത് കെട്ടുന്ന മനുഷ്യനെ അന്നത്തെ റോമാക്കാർ വിളിച്ച വിളിയാണ് അരിഷ്ട മനുഷ്യൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അരിഷ്ട മനുഷ്യനെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഭാഗം ജഡവും മറ്റേ ഭാഗം ജീവൻ തുടിക്കുന്ന ശരീരവും. ഇങ്ങനെയുള്ള മനുഷ്യനെ അരിഷ്ട മനുഷ്യനെന്ന് വിളിച്ചെങ്കിൽ പൗലോസ് തന്നെ കാണിച്ചിട്ട് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ. എന്താണ് മനസ്സിലായോ? ഒരു ഭാഗത്ത് ജീവൻ തുടിക്കുമ്പോഴും മറുഭാഗത്ത് പക്ക ജഡീകനായി, ജഡത്തിന്റെ ചിന്തയുമായി, ജഡത്തിന്റെ കാഴ്ചപ്പാടുമായി, ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ട് അവൻ ഇപ്പുറത്ത് നോക്കിയാൽ വിശ്വാസിയാ, ഇപ്പുറത്ത് നോക്കിയാൽ ആഭരണമില്ല, അപ്പുറത്ത് നോക്കിയാൽ വെള്ളമാ. പക്ഷേ ഇപ്പുറത്ത് പക്ക ജഡവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് നോക്കിയിട്ട് പൗലോസ് പറയുന്നു, അവൻ അരിഷ്ട മനുഷ്യൻ. അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. ഞാന്
അവൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിന്റെ പേര് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഫ്രയീം. ആരാണ്? എഫ്രയീം എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിന് മറ്റൊരു പേര്, ഒരു നാമകരണം കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് അതിൻ്റെ മറിച്ചിടാത്ത ദോശ. എഫ്രയീം, മറിച്ചിടാത്ത ദോശ. 12 ഗോത്രമുള്ളതിൽ ഒരു ഗോത്രമാണ് എഫ്രയീം. എഫ്രയീമിന് തമ്പുരാൻ കൊടുത്തൊരു പേരുണ്ട്, മറിച്ചിടാത്ത ദോശ. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഒരു സൈഡ് മാത്രം വെന്തത്, മറ്റേ സൈഡ് വേകാത്തത്. അവൻ ഇന്ന് പെന്തക്കോസ്തുകാരിൽ അവൻ 99% എഫ്രയീമാണ്. ഒരു സൈഡ് വെന്തിട്ടുള്ളൂ, മറ്റൊരു സൈഡ് വെന്തിട്ടില്ല. കാര്യം വന്നാൽ, വിഷയം വന്ന, പ്രശ്നം വന്നാൽ വേഗാത്ത സൈഡ് വെച്ച് ആയുധമെടുക്കാൻ, വേഗാത്ത സൈഡ് വെച്ച് എന്തും ഏതും പറയാൻ മടിയില്ലാത്ത എഫ്രയീമിന്റെ കാലഗതി വെച്ചിട്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? പഴയ നിയമത്തിലെ എഫ്രയീമും പുതിയ നിയമത്തിലെ സ്തോത്രം അരിഷ്ട മനുഷ്യനും ഒന്ന് തന്നെയാണ്. ഒരു സൈഡ് എന്ത് ചെയ്തിട്ടുള്ളൂ? വെന്തിട്ടുള്ളൂ. ഒരു സൈഡേ വെന്തിട്ടുള്ളൂ. പക്ഷെ പൗലോസ് പറയുന്നു, ഞാനൊരാളെ കണ്ടു. ആരെയാ കണ്ടത്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു അവസാനം ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവ് ഇതാണ്: ഇതിനകത്തുനിന്നെല്ലാം എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ രാമയും പറഞ്ഞേ, ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. സഭ ഒരുമിച്ച് സൂമിലൂടെ, യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവജനവും കരം ഉയർത്തിക്കൊണ്ടവണം. ആ കർത്താവിൻ്റെ പേരാണ്, ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. 25-ാം വാക്യം വായിച്ചേ. 25-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യത്തിൽ നിലവിളിച്ച മനുഷ്യൻ ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ? 24-ാം വാക്യത്തിൽ അയ്യം വിളിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ആമേൻ. വിടുതൽ പ്രാപിക്കേണ്ട രക്ഷകന്റെ വിടുതൽ കാണുമ്പോഴാണ്. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. ആമേൻ. അവൻ നിലവിളിച്ച് വിടിവിക്കാൻ ആരുമില്ല എന്നുള്ള നിലവിളിയുടെ ഒടുവിൽ താൻ ഒരാളെ കണ്ടുമുട്ടി. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ താൻ സ്തോത്രം ചെയ്യാൻ മറന്നില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിടുവിച്ച ദൈവമാണെന്ന് മനസ്സിലായാൽ സ്തോത്രം ചെയ്യാൻ മടി കാണിക്കരുത്. നിങ്ങളെ വിടുവിച്ചത് ദൈവമാണെന്ന് മനസ്സിലായാൽ സ്തുതിക്കാൻ മടി കാണിക്കരുത്. നിങ്ങളെ അനുഗ്രഹിച്ച ദൈവമാണെന്ന് മനസ്സിലാക്കിയാൽ ആരാധിക്കാൻ മടി കാണിക്കരുത്. ഇന്ന് പകൽ വേളയിൽ ഒരൊറ്റ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുന്നു. എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, അവൻ വിടുവിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വേദവാക്യമുണ്ട്. ഒന്നെടുത്ത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമിന്റെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. അവൻ എന്ത് ചെയ്യും? വിടുവിക്കും. ഒന്നുകൂടി വായിച്ച പോലെ, നിങ്ങളെ മിസ്രയീമിന്റെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. 1-ാമത്തെ വാക്യം കുറിച്ചിടുക. നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവമാണ് ഈ ദൈവം. എവിടെ നിന്ന് വിടുവിക്കും? അടിമ മുഖത്തിൽ നിന്ന്, മിസ്രയീമ്യ പാരമ്പര്യത്തിനകത്ത് നിന്ന്, ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ എന്ന് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അടിമ നുഖത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശമൂവേൽ പറയുന്നു, അന്യ ദൈവങ്ങളെ നിങ്ങൾ നീക്കിക്കളഞ്ഞാൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. വായിച്ച 1 ശമൂവേൽ 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ
അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങൾ തിരിയുന്നു അന്യദൈവങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിയുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. അടുത്തത്, എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. ആമേൻ. ആരെ ദൈവം വിടുവിക്കും? അന്യ ദൈവങ്ങളെ നീക്കുന്നവനെ ദൈവം വിടുവിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവനെ ദൈവം വിടുവിക്കും. അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സ്തോത്രം അരുതാത്ത ബിംബങ്ങളെയും അരുതാത്ത ചിന്തകളെയും ഒക്കെ മാറ്റിവെക്കുന്നവനെ ദൈവം വിടുവിക്കും. ഈ വചനം വിശ്വസിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും ജീവിച്ച് ഏതെങ്കിലുമൊക്കെ നിലയിൽ ജീവിച്ച് എന്നെ ദൈവം വിടുവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പരാതിയും ഉണ്ടാകരുത്. ഇതൊക്കെ ചെയ്താൽ നിന്നെയും ദൈവം വിടുവിക്കും. സ്തോത്രം. ഒരാൾ ഒരിക്കൽ എന്നോടൊരു പരാതി പറഞ്ഞു. ആ പരാതി പബ്ലിക്കിൽ ഞാൻ പറയുകയാണ്. എന്നോട് പുള്ളി നേരിട്ട് പറഞ്ഞു, പാസ്റ്റർ വിരോധം ഒന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു ഒറ്റ വിരോധമേ ഉള്ളൂ, നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതെന്താ പാസ്റ്റർ കാര്യം? ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി, സൂക്ഷ്മമായി ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. അന്നു മുതൽ ഞാൻ പല അനുഗ്രഹങ്ങളും കിട്ടിയാലും ഇവിടെ എന്ത് ചെയ്യാറില്ല, പറയാറില്ല. പറയാൻ പേടിയാ. അപ്പൊ എന്നോട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട് അതെന്നാ പറയാത്തതെന്ന്. ഞാൻ പറഞ്ഞു എങ്ങനെ പേടിച്ചിട്ടാ പറയാത്ത? എൻ്റെ എറണാകുളത്തുള്ള വീട് സ്ഥലവും ഞാൻ വിറ്റു. കഴിഞ്ഞ ദിവസം കച്ചവടമായി. ആമേന്മാരുടെ 5 സെന്റ് സ്ഥലം മേടിച്ചു. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അവിടെ ഒരു വീട് പണി തുടങ്ങിയ. ഇത് പറയാൻ പേടിയാന്നേ, പറയാൻ പേടിയാ. എന്നാന്നറിയോ? പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ചോദിക്കും എന്നാ പക്ഷെ ഞങ്ങളാണ് ഈ കോവിഡ് കാലത്ത് ഈ ആർക്കും ജോലിയും മേലയില്ലാത്ത സമയത്ത് ഇതെന്താ ഈ പാസ് ചെയ്ത്? അത് ഞാൻ വിറ്റു. എൻ്റെ ഉണ്ടായ വയറ്റിലെ വീട് ഞാൻ വിറ്റു. കഴിഞ്ഞ ദിവസം കച്ചവടമായി. ആ വീട് കച്ചവടമാക്കി ഞാൻ മരട് ഒരു 5 സെന്റും കുറച്ചുകൂടി ഉണ്ട് മേടിച്ചു. ദൈവകൃപയാൽ മതിലൊക്കെ പണിത് കഴിഞ്ഞു. ദൈവകൃപയാൽ അടുത്ത പിന്നാഴത്തെ ആഴ്ചയോ എൻ്റെ സ്വപ്നത്തിലുള്ളൊരു വീട് ഞാൻ അവിടെ പണി ആരംഭിക്കും. ഒരു സ്വത്രം പറ. ഇത് കേൾക്കുമ്പോഴും വേണമെങ്കിൽ ചോദിക്കും പിന്നെയും പുള്ളിയെ അന്വേഷിച്ചു. സ്വത്രം. കോവിഡ് കാലത്ത് മീറ്റിംഗുമില്ല, പലരും വിളിക്കാറുമില്ല, പലരും കൂട്ടായ്മ കാണിക്കാറുമില്ല. എന്നിട്ടും ഇതെങ്ങനെയൊക്കെ നടത്തി എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, നേരോടെ നടക്കാൻ നന്മയ്ക്ക് മുടക്കം വരുത്തത്തില്ല. സകല വഴികളും അടഞ്ഞാലും സ്വർഗത്തിന്റെ വഴി നിനക്ക് വേണ്ടി ദൈവം അടക്കില്ല. അത് തിരിച്ചറിഞ്ഞാണ് ഇന്ന് പകൽ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നത്. ഒരു മടിയും വേണ്ട കേട്ടോ. നേരെ ചൊവ്വേ ദൈവത്തെ സേവിച്ചാൽ, നേരോടെ ദൈവമുഖം അന്വേഷിച്ചാൽ, എല്ലാ പരിപാടിയും മാറ്റിവെച്ച് സകല കെടുതികളും മാറ്റിവെച്ച് നീ ദൈവത്തെ മാത്രം സേവിക്കാൻ തുടങ്ങിയാൽ ദൈവം നിനക്ക് നന്മ തരും. നന്മ ദൈവം കൊണ്ടുവന്നു തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം പറ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നനോട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്തോത്രം 11 വാടക വീട്ടിൽ ഞാൻ താമസിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് ഈ ചർച്ചിന് മണ്ടേ താമസിച്ചു. അത് 12ാമത്തെ വീട്. 12ാമത്തെ വീട്ടിൽ നിന്ന് നേരെ കലൂരേക്ക് പോയി. അങ്ങനെ 13ാമത്തെ വീട്. കലൂര് വീട്ടിൽ നിന്ന് നേരെ വൈറ്റില വീട്ടിൽ വന്നു. 14ാമത്തെ വീട്, 15ാമത്തെ വീട്. ഇതെല്ലാം ഓരോ വീടുകൾ വാങ്ങിച്ചും പാർത്തുമൊക്കെ പോയി. എന്നാൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭവനം പണിയാൻ 15ാമത്തെ വീടിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നു. കർത്താവിന് സ്തോത്രം പറ. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആരെന്ത് വേണേലും ചിന്തിച്ചോട്ടെ, പക്ഷെ ഒരു സത്യസന്ധമായിട്ട് ഞാൻ എവിടെയും പബ്ലിക്കിൽ പറയും, ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല. ദൈവം
Praise the Lord. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നേരോടെ നിൽക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നേരോടെ നിൽക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ആമേൻ സ്തോത്രം. ദൈവം പറയുന്നു അടിമയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. 2 ശമൂവേൽ പറയുന്നു അന്യ ദൈവത്തെ നീക്കിയാൽ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. സ്തോത്രം, സ്തോത്രം. ഒരു വെല്ലുവിളിയായി കർത്താവിന്റെ സന്നിധി നിൽക്കണം. നിങ്ങൾ ദാമേൻ ജോഷുവ പറഞ്ഞ പോലെ പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ. അതിന് മറുവാക്യം എന്നാന്നറിയോ? നിങ്ങൾ അക്കരെ പോകുകയോ ഇക്കരെ നിൽക്കുകയോ എന്തു വേണേലും നിങ്ങൾ ചെയ്തോ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. അങ്ങനെ ഒരു തീരുമാനമുള്ളവനെ വിടുവിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഒരു തീരുമാനമുള്ളവനെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അണയിട മാറാതെ നിൽക്കുന്നൊരു ദൈവം. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 39-ാമത്തെ വാക്യം കുറിച്ചെടുക്കുന്നവർക്കായി ഞാൻ വേഗത്തിൽ പറയാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 39-ാം വാക്യം. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം, എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കരം അടിച്ച ദൈവത്തിന് നന്ദി പറ. ഏത് ആഭിചാരമാണോ, ഏത് മന്ത്രവാദമാണോ, ഏത് ശുദ്രമാണോ, ശത്രുവിന്റെ ഏത് കൈവഴിയാകട്ടെ, അതിനകത്തുനിന്ന് മുഴുവൻ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിക്കും. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. വലത് കരമൊന്ന് ഉയർത്തിക്കൊണ്ട് പറ, ഞാൻ സേവിക്കുന്ന ദൈവം സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ ഉദ്ധരിക്കും, എന്നെ വിടുവിക്കും. എല്ലാരും പറ, എല്ലാരും പറ, സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്റെ ദൈവം എന്നെ വിടുവിക്കും. ആമേൻ. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവം പറയുന്നു, ആമേൻ, നിശ്ചയമായും ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ. കുറിച്ചു വെക്കണോ? കുറിച്ചു വെച്ചോ. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചേ. യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. എത്ര പേര് വലതുകരം ഉയർത്തിക്കൊണ്ട് പറയും, എന്റെ ദൈവം നിശ്ചയമായും വിടുവിക്കും? എല്ലാരും പറ, എല്ലാരും പറ, എല്ലാരും പറ. ഇരിക്കുന്നിടത്ത് ആമൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് വലതുകരം ഉയർത്തിക്കൊണ്ട് പറ. എത്ര പേർ ക്ലെയിം ചെയ്തെന്ന് പറയും, യെസ്, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ നിശ്ചയമായും വിടുവിക്കും. പറ 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 പറ. ഇതൊരു പ്രവചനമാണ്, ഇതൊരു വചനമാണ്. ഈ പകൽ ഏതൊക്കെയോ കുടുംബത്തിന്റെ അകത്ത് ഒരു അസാധാരണ ദൈവശക്തി എന്റെ ദൈവം പകരാൻ പോകുകയാണ്. അവൻ നിറവിൽ കരം അടിച്ചെന്ന് പറ, യഹോവ നിശ്ചയമായി എന്നെ വിടുവിക്കുക. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യ, ഈ പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കോ? ഈ പക ദൈവം പറയുന്നു, യഹോവ നിന്നെ വിടുവിക്കോ, ദൈവം നിന്നെ വിടുവിക്കോ, കർത്താവായ യേശു നിന്നെ വിടുവിക്കോ. ശബനരഗസിക്കനാര ഇരുന്നോട്ടെ. അവൻ ദൈവവചനം. അവൻ ഞാനൊരു കാര്യം കൂടെ പറയാ. ചില ദൂതുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അടുത്തിരിക്കുന്ന ആള് എന്ത് പറഞ്ഞോട്ടെ, ഇരിക്കുന്നിടത്തൊന്ന് ചാടി എഴുന്നേറ്റ് അതിനോട് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തേക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപേ ഒരു വിടുതൽ നിങ്ങൾ കണ്ടിരിക്കും. ഈ പകൽ ദൈവം പറയുന്നു, വാസ്തവമായി നിശ്ചയമായി എന്റെ ദൈവം എന്നെ വിടുവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ വിടുതൽ ഈ പകൽ ദൈവം ചെയ്യട്ടെ. ഒരു വലിയ ഡെലിവറൻസ്, ഒരു വലിയ ഡെലിവറൻസ് യേശുവിന്റെ നാമത്തിൽ ഈ പകൽ സംഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേല്, എല്ലാ കുഞ്ഞുങ്ങളുടെ മേല്, എല്ലാ കൂടാരങ്ങളുടെ മേല് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ ഡെലിവറൻസ് ഈ പകൽ ഉണ്ടാകട്ടെ, 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 ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മനിറവിൽ ഞാൻ പറയുന്നു, അവൻ നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. സ്തോത്രം. ഞാന് വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രിയൊക്കെ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ
ഒരു മെസ്സേജ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാ വന്നേ. അപ്പോൾ അങ്കിൾ ഈ സങ്കീർത്തനം വായിച്ചു. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു വചനം മുന്നേ ആരെങ്കിലും കയറി വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതിൽ നിന്ന് സംസാരിക്കും. അത് ലൈവായിരിക്കും, അത് നിങ്ങളോടുള്ള ദൂതായിരിക്കും. അവൻ ഞാൻ അവിടെ ഇരുന്ന് ലോഡ്സനോട് പറഞ്ഞു, എൻ്റെ മെസ്സേജ് ഞാൻ മാറ്റി വെക്കുക, ഈ വചനം ഇന്നത്തെ നമ്മുടെ പ്രസംഗം. അല്ലേ? ഹിസ്കിയ രാജാവിനോട് പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഒന്നെടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയ രാജാവിനോട് ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്. ഹിസ്കിയ രാജാവിനോട് വായിച്ച മോനെ, 2 രാജ 20-ന്റെ 6-ാം വാക്യം. ഞാൻ നിന്റെ ആയുസ്സിനോട് വായിച്ചോ, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഇനി എല്ലാവരും കരമൊന്ന് ഉയർത്തി പറ, എന്നിട്ട് ഈ വാക്യം ഒന്ന് പറ. എന്റെ ആയുസ്സിനോട് പറ, എന്റെ ആയുസ്സിനോട് 15 പറയണ്ട, അത് ഹിസ്കിയാവിനുള്ള ദൂത. നീ പറ, എന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്റെ തലമുറയുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും സമയം എന്റെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിക്കും. ധൈര്യമായിട്ട് പറ ദൈവമക്കളെ, ഇത് വചനമാണ്. ഈ വചനത്തിന് മുമ്പിൽ നിങ്ങൾ ക്ലെയിം ചെയ്താൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഏതൊക്കെയോ സംശയങ്ങൾ അവൻ നിങ്ങളുടെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. എന്തെങ്കിലുമൊക്കെ കേട്ട് ഭയപ്പെടുന്ന നിങ്ങളുടെ ഭയത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹിസ്കിയാവോട് പറയുന്നു, ഹിസ്കിയാവേ, നിന്റെ ആയുസ്സിനെ ഞാൻ കൂട്ടിത്തരും, ഞാൻ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരും. കരമടിച്ച് ഇന്ന് മക ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ദുഷ്ടപിശാചേ, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ആയുസ്സിനെ കൂട്ടുന്ന, എന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മതി, കൈ കൊടുക്കണ്ട, മുഖത്ത് നോക്കിയിട്ട് പറ, ഒരു ചെറിയ ഗ്യാസിനൊന്നും ഈ വണ്ടി നിന്ന് പോകത്തില്ലെന്ന് പറ. ധൈര്യമായിട്ട് പറഞ്ഞു, കൈ കൊടുക്കണ്ട, ഒരു ചെറിയ ഗ്യാസിന്റെ മുമ്പിലൊന്നും ഈ വണ്ടി നിന്ന് പോകത്തില്ല. ധൈര്യമായിട്ട് പറ. എന്താന്നറിയില്ല പോളങ്ങളെ, ഇന്നലെ രാത്രി ആർക്കോ നെഞ്ചത്തോട്ടൊരു ഗ്യാസ് ഇടിച്ചു കയറിയപ്പോ തീർന്നു എന്ന് ചിന്തിച്ച് ആരും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു ഗ്യാസിനകത്തൊന്നും നീ പോകത്തില്ല. വല്ലയിടത്തും കൂടി കയറി വരുന്ന ഒരു ഗ്യാസിന്റെ മുമ്പിൽ നിന്റെ ജീവിതം തകരുകയില്ല, നിന്റെ ജീവിതം അവസാനിക്കയില്ല. ഈ ദൂത് എന്നോടാണ് എന്ന് വിശ്വാസമുള്ളവർ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചിട്ടവർ, നിന്റെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിക്കും. ആമേൻ. ഈ എളിയവൻ, വാക്യം മറക്കല്ലേ, പറ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും. അപ്പൊ നമ്മുടെ മെസ്സേജ് ഏതാ? വിടുവിക്കുന്ന ഒരു ദൈവം. ആരെന്നെ വിടുവിക്കും എന്ന് അഭിഷിക്തൻ ചോദിച്ച ചോദ്യത്തിന് വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവം. ആമേൻ. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 5-ാം അധ്യായം. ഒന്നെടുത്തേ, 5-ാം അധ്യായം ഒന്നെടുത്ത്, എല്ലാവരും എടുത്തോ ശാന്തമായിട്ട്. എന്താണെന്നറിയാം, ഞാൻ ഈ ബൈബിള് എടുക്കാൻ പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ പേനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാക്യം പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വാക്യം വീട്ടിൽ പോയാൽ കിട്ടില്ല. അതുകൊണ്ടാണ് 5:19 തോന്നുന്നു മോനെ, ഒന്നിട്ടേ. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടും. ഒന്നുകൂടി 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും. അപ്പോ ഈ വാക്യം വായിച്ചപ്പോ ഞാൻ തോന്നി, 6 നിന്ന് വിടുവിക്കും, 7 നീ പെട്ടുപോകും എന്നാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ വായിച്ചിപ്പോ വന്നപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. എല്ലാരും ഒന്ന് ഈ വാക്യം ഒന്ന് കാണാപ്പാടം പഠിക്കണം കേട്ടോ. ഒന്ന് വായിച്ചേ മോനെ. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. അപ്പൊ 7-ാമത്തത് എന്ത് ചെയ്യും? 7-ാമത്തത് വിടുവിക്കത്തില്ലേ? 7-ാമത്തേത് തിന്മ നിന്നെ തൊടും. കർത്താവ് ഒന്ന് റൂട്ട് തിരിച്ചു.
എന്നിട്ട് 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. എന്നിട്ട് 7-ാമത്തതിലും ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? 6 കഴിഞ്ഞ് 7-ാമത്തത് വന്നാലും നിന്നെ തൊടുകയില്ല. 6 കഴിഞ്ഞ് 16 വന്നാലും നിന്നെ അത് തൊടുകയില്ല. 6 അല്ല, 16 അല്ല, 12 അല്ല, 24 അല്ല. നിന്റെ മുമ്പിൽ ഒന്നിനു പുറകെ അവൻ മറ്റൊന്നായി, അവൻ ഘോഷയാത്രയായി. നിനക്കെതിരെ കഷ്ടം വന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. സ്വതന്ത്രം സ്വതന്ത്രം. അടുത്തിരിക്കുന്ന അവിടെ ഒന്ന് വിരൽ ചൂണ്ടിക്കേ, വിരൽ ചൂണ്ടിക്കേ, തമ്മിൽ എന്നിട്ട് പറ 6 കഷ്ടത ദൈവം നിന്നെ വിടുവിക്കും. 7-ാമത്തതിൽ തിന്മ നിന്നെ തൊടുകയില്ല. എന്താണെന്നറിയില്ല, ഇതൊരു ദൂത. കഴിഞ്ഞ 6 കഷ്ടത്തിൽ നിന്നും വിടുവിച്ച ദൈവം 7-ാമത്തതിലും നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. Shabana rakatana samthana udajana halkarathanika andarande regal khani handere kelli udachani vattal kadagam chudadi andal kadagam chudakattam madavachani kattamdi udagachani kattam dali kadagam dhuli vandamdi halkana kattam chudavarandam veedavana halkana kattala chudagarattala veedavarandala vachavana halkana gandala chudagarattala veedavarandala vandavana halkana gandam chudagarattala reebala vachavarandala halkana ണ്ടല ചൂടകരന്തല ഉടവരന്തല വക്ഷവന ആതുനകണ്ഠം ചൂടവരത്തല വക്ഷവന ആതുനകട്ടി വേദകൊടത്തി വക്ഷവരന്ത യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഈ പകൽ നീ ആരാധിക്കുന്ന കൂടാരത്തിനകത്ത് ഇന്ന് പകൽ ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു 6 കഷ്ടത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. 7-ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. ദൈവദാസനെ, ദൈവവൈതലേ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവം നിന്നോട് പറയുന്നു 7 കഷ്ടതയിലും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ എത്ര വായിച്ചവൻ? 5:19 അല്ലേ? അതെ. 5:20 ക്ഷാമകാലത്തും അവൻ നിന്നെ മരണത്തിന്റെ വായ്ത്തലയിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. ഉണ്ടോ? ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും, ക്ഷാമകാലത്ത് അവൻ നിന്നെ എവിടെ നിന്ന് വിടുവിക്കും? മരണത്തിൽ നിന്നും. കോവിഡ് വന്നാലും മരണത്തിൽ നിന്ന് വിടുവിക്കും. ആമേൻ. ഓ, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നെഞ്ചത്തോട്ട് കൈവച്ച് പറ, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഒരിക്കൽ കൂടി, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു.
2 മിനിറ്റ് ഒന്ന് ആരാധിച്ച് പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറച്ച് കാര്യം കൂടി നിങ്ങളോട് പറയും, എന്നിട്ട് അവസാനിപ്പിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമടിച്ച് ആമേൻ, സ്തോത്രം. ഒന്ന് തപ്പിയെടുത്തോട്ടെ. ആമേൻ. ആമേൻ. ലെസ്റ്ററിന്റെ റീത ഒന്ന് തപ്പിയെടുത്തോട്ടെ, നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഒന്നിട്ടോട്ടെ, എന്നിട്ട് ഞാൻ പാടുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ അടിച്ച് ആമേൻ, വിടുവിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് ഇന്നേ കരം അടിച്ച് ആമേൻ, ഒന്നിട്ട മോനെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ആമേൻ. ആമേൻ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, ഈ എളിയവൻ നിലവിളിച്ചു യഹോവ അതു കേട്ടു. യഹോവ അതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ഓ, ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. എല്ലാവരും ഇരുന്നാട്ടെ. ഈ നീതിമാൻ നിലവിളിച്ച് യഹോവ അവനെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം. അപ്പോ 6 കഷ്ടങ്ങളിൽ നിന്നും ദൈവം നിന്നെ, 7ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. 20ാമത്തെ വാക്യം, ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും. അപ്പോ ക്ഷാമകാലത്ത് എന്ത് വരും? മരണം വരും. ഇന്നലെ ഒരു സഹോദരി ഒരു വെളിപ്പാട് കണ്ടിട്ട് വാട്സാപ്പിൽ അയച്ചു തന്നത് ഇങ്ങനെ കേട്ടു. വലിയൊരു ക്ഷാമം വരാൻ പോകുന്നു കേരളത്തിൽ, വലിയൊരു അനർത്ഥം വരാൻ പോകുന്നു. ഇതൊന്നും കേട്ട് ദൈവമക്കൾ എന്തിനാ കുലുങ്ങുന്നേ? നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമ്മളെ തൊടാത്ത ചില കാര്യങ്ങൾ നമ്മൾ തലമണ്ടി കയറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വാക്സിൻ എടുക്കാത്തവർ പോലും ഉണ്ട്. വാക്സിൻ എടുക്കാത്തവർ എന്നാ കാര്യം എന്നറിയോ? 666 നെറ്റിയിൽ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പൊ പറയാൻ പറ്റിയത് കൊണ്ട് ഒരു അവസരമായിട്ട് പറയാ. ചില പെണ്ണക്കോസുകാരുണ്ട്, ഏതോ ഒരു വിവരമില്ലാത്തൊരു പെങ്കൊച്ചിന്റെ ഒരു വാക്ക് കേട്ടിട്ട് എടുക്കുന്നില്ല. എന്നാ കാര്യം? എടുത്താൽ 666 പതിക്കും, നരകത്തിൽ പോകും. കുഞ്ഞെ, നീ വചനം പഠിക്കേ. 666 കൈമേലും നെറ്റിമേലും ഒക്കെ മുദ്ര വന്നത് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ്. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ഇവരോടെല്ലാം എനിക്കൊരു കാര്യം പറയാറുണ്ട്, നിങ്ങൾ ഒരൊറ്റ മെഡിസിൻ പോലും കഴിക്കരുത്, ഒറ്റ ഗുളിക പോലും കഴിക്കരുത്, ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കരുത്. നിങ്ങൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് നിങ്ങൾ കയറ്റരുത്. കാരണം രക്ഷിക്കപ്പെട്ട വിശുദ്ധൻ ശരീരത്തിൽ കയറ്റുന്നത് അശുദ്ധന്റെ ബ്ലഡാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചില ആക്സിഡന്റ് ആയുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ ശരീരത്തിൽ ഒരിക്കലും ആമൻ ഒരു അവിശ്വാസിയുടെ ബ്ലഡ് കയറ്റരുത്, രക്ഷിക്കപ്പെട്ടവന്റെ ബ്ലഡ് മാത്രമേ കയറ്റാവൂ എന്ന് നിങ്ങൾ എഴുതി പോക്കറ്റിലിട്ടേക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമ്മൾ ഓടിച്ചെന്ന് ഒരു അനർത്ഥം വന്നാൽ, ആക്സിഡന്റ് വന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കയറ്റുന്ന ബ്ലഡ് ഒന്നും ഒരു വിശുദ്ധന്റെ അല്ല, അശുദ്ധന്റെയാ. ആ ശരീരത്തിൽ നിങ്ങളുടെ ആമൻ ബ്ലഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധന്മാരാകുമോ? ദൈവം ഇതിലെ
ഒരു പകർച്ചവേദിയെ തടയാൻ, രാജ്യത്തുണ്ടാകുന്ന ഒരു പകർച്ചവേദിയെ തടയാൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു നിയമത്തെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഞാനും നിങ്ങളും അറിഞ്ഞ വിശ്വാസത്തെയോ വിശ്വാസത്തിന്റെ പ്രമാണത്തെയോ ആരെങ്കിലും ലംഘിക്കണമെന്ന് പറഞ്ഞാൽ തല വെട്ടി മാറ്റി താലത്തി വെച്ചാലും നേരോടെ പറയും ഞാനത് ചെയ്യത്തില്ലെന്ന്. ആരെങ്കിലും ഇന്നും സ്തോത്രം. ഇതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്നാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഒരു സഭ, ഒരു ഇടയൻ, ഉപദേശി എന്നൊക്കെ പറഞ്ഞ് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. എന്താണേലും നിങ്ങളെല്ലാം ഞങ്ങൾ ഉപദേശിമാരായിട്ടും ഇടയന്മാരായിട്ടും ശുശ്രൂഷന്മാരായിട്ടും ഒക്കെ ഞങ്ങളെ അംഗീകരിച്ചു. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾ കേട്ടപ്പോൾ, നിങ്ങൾ തീരുമാനിച്ചപ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരല്പമെങ്കിലും ബോധമുള്ളവർ ദൈവദാസനെ വിളിക്കും. ദൈവദാസനെ, ഇങ്ങനൊരു വീഡിയോ ഒക്കെ കേട്ടു, ഇതിന്റെ സത്യാവസ്ഥ എന്താ? പാസ്റ്ററിന്റെ അഭിപ്രായം എന്താ? വചനം എന്ത് പറയുന്നു? ഇതൊന്നും ചോദിക്കാതെ എങ്ങാണ്ട് ഇസ്രായേലിൽ കിടന്ന വിവരമില്ലാത്തൊരു പെങ്കൊച്ചു പറഞ്ഞ ഒരഭിപ്രായം വെച്ചുകൊണ്ട് ചെയ്യാതിരിക്കുമ്പോ നീ ഓർത്തേക്കണം, നിന്നെ നടത്തുന്നൊരു ദൈവദാസനുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. നീ കാര്യങ്ങൾ അറിയേണ്ടതും ചോദിക്കേണ്ടതും ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ ദൈവം ഒരു സഭയെയും ഒരു ശുശ്രൂഷകന്മാരെയും ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യത്തിനെല്ലാം പാസ്റ്ററോട് ചോദിച്ച് 7-ന് പോണോ? പാസ്റ്റർ വിളിച്ച് ചോദിക്കും, പാസ്റ്റർ 7-ന് പോണോ കുഴപ്പമുണ്ടോ? മിണ്ടിയേക്കരുത്. കൊച്ചിന്റെ 16 അടിയന്തരം, പാസ്റ്റർ 16 അടിയന്തരത്തിന് പോണോ? മിണ്ടിയേക്കരുത്. കുഴിയാഴ്ച പോണോ? മിണ്ടിയേക്കരുത്. ശവദാഹം പോണോ? ഇതെല്ലാം വിളിച്ചു ചോദിക്കും. ഒരാൾ പോലും വാക്സിൻ, ആൽബർട്ടങ്ങൾ എന്നെ വിളിച്ചു, അനിയൻ്റെ എന്നെ വിളിച്ചു ചോദിച്ചു എടുക്കണോ? ഞാൻ പറഞ്ഞു ഞാൻ 2 എടുത്തു. സ്വതന്ത്രം. എഴുതാപ്പുറം വായിക്കരുത്, അജ്ഞാനികളാകരുത്. സ്വതന്ത്രം. ഞാൻ എന്തുവാകട്ടെ, ഈ പുസ്തകം പിടിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 94-ന്റെ അവസാനത്തെ മാസം ഈ പുസ്തകം പിടിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയതാ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളെക്കാൾ വിവരമുള്ളതും വിദ്യാഭ്യാസമുള്ളതും ദൈവവചനത്തിൽ പാണ്ഡിത്യമുള്ള പല ദൈവദാസന്മാരെയും വിളിച്ച് ചോദിച്ച് സംശയം തീർത്തിട്ടാണ് ഈ ചർച്ചിലെ ആരോടെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത്. ഈ വാക്സിൻ വന്ന ഉടനെ വിളിക്കേണ്ട ദൈവദാസന്മാർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭാഷേ ശുദ്ധ മണ്ടത്തരമാണ് ഇപ്പോൾ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചിനകത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആരാധനക്കകത്തോട്ട് കയറണമെങ്കിൽ വാക്സിൻ ഇല്ലാത്തവരെ കയറ്റാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് പാപമല്ല. ഞാൻ നിമിത്തം ഒരാൾ മരണപ്പെട്ട ജീവിതകാലം മുഴുവൻ തീരാ ദുഃഖമായി പോകും. എന്തുകൊണ്ട് ഞാൻ എടുത്തോന്നറിയാമോ? എൻ്റെ അടുക്കൽ 100 കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച ഒരാൾ രോഗിയായി പോയി മരണപ്പെട്ടാൽ നിത്യത കൊണ്ടുപോകാൻ നടക്കുന്ന എനിക്ക് നാളൊരു പേര് വീഴും, കൊന്നവനെന്ന് പേര് വരും. അത് വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. കരമുയർത്തൂർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഇങ്ങനൊരു ചിന്ത, പുറത്തുള്ളവരോടല്ല ഞാൻ ഈ പറയുന്നത്, ഈ പറയുന്ന കാര്യം പുറത്തുള്ളവർക്ക് ബാധകമല്ല. ഇത് എൻ്റെ ചർച്ചിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ് ഈ ദൂതെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആ വാഴ്ചകാലം ക്ഷാമകാലത്തും നിന്നും മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്ന് വിടുവിക്കും. ദൈവം നിന്നെ വിടുവിക്കും. സങ്കീർത്തനം 25:15 എന്റെ കാലുകളെ വലയിൽ നിന്ന് ദൈവം വിടുവിക്കും. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്റെ കാലുകളെ ദൈവം വലയിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് ഞാൻ എടുപ്പിക്കുന്നില്ല. ഓടിച്ച റെഫറൻസ് എന്ന് പറയാം. സങ്കീർത്തനം 41:1 വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ വിടുവിക്കും. 91 സങ്കീർത്തനം 3 വാക്യം, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് ദൈവം വിടുവിക്കും. 91 സങ്കീർത്തനം 14 വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ അവൻ എന്നെ വിടുവിക്കും. ഇന്ന് മകൾ വിശ്വസിക്കുന്ന എത്ര ദൈവ മക്കളുണ്ട്? അവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം 12 വാക്യം, കാറും കറുപ്പുമുള്ള ആടുകളെ ഇടയൻ വിടുവിക്കുന്നത് പോലെ എന്റെ ആടുകളെ ദൈവം വിടുവിക്കും.
വായിച്ചോ 34:12. ഒരിടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളെ ഇടയിൽ നിന്ന് ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവയെ വിടുവിക്കും. ഇടയൻ ആടുകളെ വിടുവിക്കും. വിശ്വസിക്കുന്ന ദൈവജന കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. നമ്മുടെ ദൈവം അവൻ ഇടയനാണ്, നാം ആടുകളാണ്. ഇടയൻ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദാനിയേൽ പ്രവചനം 3:17 ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറയുന്നു, നാം സേവിക്കുന്ന ദൈവം നമ്മെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അവൻ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോഴും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം നാം സേവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് പകലിലും നിന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹോശയ്യ പ്രവചനം 13:14 പറയുന്നു, പാതാളത്തിന്റെ പർദീസയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. പാതാളത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ പാതകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? എനിക്ക് അവരോട് സഹതാപം തോന്നുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ യഹോവയെ സേവിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 1:10 ഒരു വാക്യമുണ്ട്. അത് വായിച്ച് അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ച മോനെ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ദൈവം ഞങ്ങളെ വിടുവിച്ചു. പൗലോസ് പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് പൗലോസ് പറയാണ് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അടുത്തത്, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച് വരും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. വിടുവിക്കുകയും, എല്ലാവരും പറഞ്ഞേ, ഈ വചനമൊക്കെ നിങ്ങൾ കുറിച്ചിട്ടേക്കണം കേട്ടോ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ അടുത്ത വാക്യം എന്നാ? വിടുവിക്കുകയും ചെയ്യും. അവൻ അവൻ മേലാലും വിടുവിക്കുമെന്ന്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇനി മേലാലും അവൻ എന്ത് ചെയ്യും? ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അവൻ 3 വാക്യം, 3 കാര്യം 3 സ്ഥലത്തുണ്ട്. വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും. ഇത്രയും പോരെ? ഇത്രയും വാഗ്ദത്തം കേട്ട പോരെ? ഇന്നലകളെ വിടുവിച്ചു, ഇന്ന് വിടുവിക്കും, നാളെയും അവൻ വിടുവിക്കും. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഇതിൽ 3ലും വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീതിമാൻ നിലവിളിച്ചു, അവനെ സകല കഷ്ടങ്ങളെയും ദൈവം വിടുവിച്ചു. അങ്ങനെ നൽകി